പ്രവാസ ലോകത്ത് നിന്നുള്ള വാർത്തകൾ. ട്രാൻസ്ജെൻഡർമാരെ US സൈന്യത്തിൽ നിന്ന് പുറത്താക്കാൻ ഡൊണാൾഡ് ട്രംപ്. പുതിയ ഉത്തരവ് നടപ്പാക്കിയാൽ 15,000 പേരെ ബാധിക്കുമെന്നാണ് വിലയിരുത്തൽ. ട്രംപ് അധികാരത്തിലെത്തുമ്പോൾ പ്രഥമ പരിഗണന നൽകുന്ന കാര്യങ്ങളിൽ ഒന്ന് ട്രാൻസ്ജെൻഡറുകളെ സൈന്യത്തിൽ നിന്ന് ഒഴിവാക്കുകയായിരിക്കും. ജനുവരിയിലാണ് ട്രംപ് അധികാരത്തിലെത്തുന്നത്. പുതിയ ഉത്തരവ് നിലവിൽ വരുമ്പോൾ പ്രായം, സേവന കാലയളവ്, ആരോഗ്യം എന്നിവ നോക്കാതെ ട്രാൻസ്ജെൻഡറുകളെ സൈന്യത്തിൽ നിന്ന് പുറത്താക്കും. ട്രംപിന്റെ ഈ തീരുമാനത്തിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. 15,000 പേരെ ഇത് ബാധിക്കുമെന്നാണ് ചൂണ്ടിക്കാട്ടുന്നത്. രാജ്യത്തെ സേവിക്കുന്നതിന് ജെൻഡർ നോക്കേണ്ട കാര്യമുണ്ടോ എന്ന് വിമർശകർ ചോദിക്കുന്നു. ഇത് വിവാദമാക്കേണ്ട കാര്യമില്ലെന്നാണ് ട്രംപ് അനുകൂലികളുടെ പക്ഷം. ആദ്യ തവണ പ്രസിഡന്റായ കാലയളവിലും ട്രാൻസ്ജെൻഡർമാർ സൈന്യത്തിൽ ചേരുന്നത് ട്രംപ് വിലക്കിയിരുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഖത്തറിൽ ഗതാഗത നിയമലംഘകർക്ക് പിഴത്തുകയിൽ അനുവദിച്ച ഇളവ് കാലാവധി നവംബർ 30-ന് അവസാനിക്കും. പിഴയിൽ ഇളവ് അനുവദിച്ചിരിക്കുന്നത് 50%. കഴിഞ്ഞ 3 വർഷത്തിനിടെ ഗതാഗത നിയമലംഘനം നടത്തിയവർക്കാണ് പിഴയിൽ ഇളവ് അനുവദിച്ചത്. ജൂൺ 1 മുതലാണ് ആഭ്യന്തര മന്ത്രാലയത്തിലെ ഗതാഗത ജനറൽ ഡയറക്ടറേറ്റ് ഇളവ് പ്രഖ്യാപിച്ചത്. ഓഗസ്റ്റ് വരെയായിരുന്നു ആദ്യം സമയപരിധി നിശ്ചയിച്ചിരുന്നത്. പിന്നീട് നവംബർ 30 വരെ നീട്ടുകയായിരുന്നു. സ്വദേശികൾ, പ്രവാസികൾ എന്നിവരുടെ വാഹനങ്ങൾക്ക് നിയമലംഘനം രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ പിഴത്തുകയിൽ ഇളവ് ലഭിക്കും. നിയമലംഘകർ എത്രയും വേഗം ഇളവ് പ്രയോജനപ്പെടുത്തേണ്ടതാണെന്ന് അധികൃതർ അറിയിച്ചു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. മേക്ക് മൈ ട്രിപ്പ് അന്താരാഷ്ട്ര യാത്രക്കാർക്കായി മൾട്ടി കറൻസി പേയ്മെന്റ് ഓപ്ഷൻ അവതരിപ്പിക്കുന്നു. അന്താരാഷ്ട്ര യാത്രക്കാർക്ക് അവരുടെ ഇഷ്ടമുള്ള കറൻസിയിൽ ഫ്ലൈറ്റുകളും ഹോട്ടലുകളും ബുക്ക് ചെയ്യാം. ഇന്ത്യയിലുടനീളമുള്ള 2100-ലധികം നഗരങ്ങളിലേക്ക് മേക്ക് മൈ ട്രിപ്പിന്റെ ഈ വിപുലീകരണം സാധ്യമാകും. ഇൻബൗണ്ട് ടൂറിസ്റ്റുകൾക്കുള്ള പേയ്മെന്റ് പ്രക്രിയകൾ ലളിതമാക്കുകയാണ് ലക്ഷ്യമിടുന്നത്. ആഗോള സഞ്ചാരികൾക്ക് തടസ്സങ്ങളില്ലാതെ ഇടപഴകുന്നത് എളുപ്പമാക്കുന്നു. ലോകമെമ്പാടുമുള്ള ഇന്ത്യൻ പ്രവാസികൾക്കും അന്തർദേശീയ ഉപഭോക്താക്കൾക്കും ഈ സവിശേഷത അവരുടെ ഇഷ്ടാനുസരണം കറൻസിയിൽ പേയ്മെന്റുകൾ ലഭ്യമാക്കുന്നു. ഒപ്പം ഇൻബൗണ്ട് അന്താരാഷ്ട്ര യാത്രക്കാർക്കിടയിൽ മേക്ക് മൈ ട്രിപ്പ് പ്ലാറ്റ്ഫോം കൂടുതലായി സ്വീകരിക്കുന്നതിനും വഴിയൊരുക്കുമെന്ന് മേക്ക് മൈ ട്രിപ്പ് സ്ഥാപകനും ഗ്രൂപ്പ് സിഇഒയുമായ രാജേഷ് മാഗോ പറഞ്ഞു. പുതിയ പേയ്മെന്റ് ഓപ്ഷനുകൾ ബ്രിട്ടീഷ് പൗണ്ട്, US ഡോളർ, യൂറോ, ജാപ്പനീസ് യെൻ, സൗദി റിയാൽ, സിംഗപ്പൂർ ഡോളർ എന്നിവയുൾപ്പെടെയുള്ള ആഗോള കറൻസികളുടെ വിശാലമായ ശ്രേണി ഉൾക്കൊള്ളുന്നു. കൂടാതെ യാത്രക്കാർക്ക് യാത്രാ വൗച്ചറുകളും റീഫണ്ടുകളും പേയ്മെന്റിനായി ഉപയോഗിക്കുന്ന അതേ കറൻസിയിൽ ലഭിക്കും. ഇത് ബുക്കിംഗ് മുതൽ റീഫണ്ട് വരെ തടസ്സമില്ലാത്ത അനുഭവം ഉറപ്പാക്കുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കുവൈറ്റിൽ റെസിഡൻസി തൊഴിൽ നിയമലംഘകരുടെ നാടുകടത്തൽ തുടരുന്നു. കഴിഞ്ഞ 5 ദിവസത്തിനിടെ നാടുകടത്തിയത് 568 വിദേശികളെ. കുവൈറ്റിൽ നിയമലംഘകരായ വിദേശികളെ നാടുകടത്താൻ ആഭ്യന്തര മന്ത്രാലയം ഊർജിതമായ നടപടികളാണ് സ്വീകരിക്കുന്നത്. ഈ മാസം 17 മുതൽ 21 വരെയുള്ള ദിവസങ്ങളിൽ നിയമലംഘകരായ 568 പ്രവാസികളെയാണ് നാടുകടത്തിയത്. ഈ കാലയളവിൽ 396 പേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കർശന സുരക്ഷയാണ് കൈവരിച്ചിരിക്കുന്നത്. നിയമലംഘകർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.